അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ പരിപാടി എന്താ സിനായത്? ഇന്നത്തെ പരിപാടി എന്താ? ഇത് വയറൊക്കെ മേത്തുകൂടെ ചുറ്റി കയറ്റിന് പാട്ടൊക്കെ എവിടെ കുത്തിയത് പാട്ടൊക്കെ പാട്ട് ഫോണില് അതിലൂടെ വയറോടെ കുത്താൻ സ്ഥലമില്ല. നമ്മള് റിച്ച് ഉള്ള ഫാമിലിയാണ്. ഫോണിൽ കുത്താൻ സ്ഥലമില്ല. കാലിന്റെ പോണ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ പരിപാടി എന്താ പ്രത്യേകിച്ച് പരിപാടി ചായ കുടിക്കണം, കിടന്നിറങ്ങണം. നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചായ കുടി മാത്രമേ ഉള്ളൂ എന്ന്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ്, അല്ല സ്കൂളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞാൻ ഫ്രീ ആയാലൊരു 6 ഈ ടൈമിലാണ്, 5-5:45 കയറാറ്. പിന്നെ കുളിച്ച് മാറ്റി ഫുഡ് കഴിച്ചൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേന് ഈ ടൈം ആവും. പിന്നെ ഈ ടൈമുള്ള പണിയാണ് ചായ കുടിക്കുക. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ കിടന്നിറങ്ങാം, ഫോൺ കാണാം, അതന്നെ പണി. ശരി, ഞായറൊക്കെ നമ്മൾ വേറെ വീഡിയോസ് കൊണ്ടുപോകും. അതെ, ഞാൻ വിളിച്ചോളാം. അല്ലോ. അപ്പം സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ ചായൻ്റെ കഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സാധനം എന്നുള്ളത് എൻ്റെ ഉമ്മക്ക് മാത്രമേ അറിയുള്ളൂ. താജാത്തത് എന്താ സംഭവം? അത് അരിയും കോഴിമുട്ടയും കുറച്ച് ചോറ് ഇട്ടുകാണ്ട് മിക്സിയിലടിച്ച് എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ വറന്നുകാണ്ട് ഉണ്ടാക്കിയതാ വൈകുന്നേരത്തെ ചായ. പേരൊന്നും അറിയില്ല. അതായത് എൻ്റെ ഉമ്മച്ചി കണ്ടുപിടിച്ചുണ്ടാക്കിയൊരു സാധനമാണ്. എന്തൊക്കെ അരിയും ഗോതമ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ പറയണത്. ഇത് ഉണ്ടാക്കേണ്ട വീഡിയോ ഉണ്ടോ ഉമ്മച്ചേ? ഓ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇതിൽ കൂട്ടുള്ളത് ഇതെന്താ? ചട്നി. ഞാൻ വെച്ച് എന്നെ ചവിട്ടി കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചായ. അപ്പൊ സിന പറഞ്ഞ മാതിരി നിങ്ങളെന്താ എപ്പോഴും ഈ ചായ എടുക്കണം മാത്രം എടുക്കണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവണത് ഈ ടൈമിലാണ്. ഈ ടൈമിൽ എന്ന് പറയുന്നത് ഒരു 6:15-6:30. അപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞത് എല്ലാവരും ചായ എടുക്കാൻ ടൈമാണ്, എല്ലാവരും. അപ്പൊ ആ സമയത്ത് നമുക്ക് വ്ലോഗ് എടുക്കാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കിയപ്പോൾ അതിൽ ആഡ് ചെയ്തെന്ന് മാത്രം. എന്ത് ചെയ്യാനാ? അപ്പം ചായ എടുത്തിക്കുന്നാല് അടുക്കളക്ക് പോയിക്കൂടാ, ഫുള്ള് നാശകൂശാണ്. അപ്പൊ പിന്നെ എനിക്ക് ഇവര് എന്താണ് ഇതിന്റെ ഉദ്ദേശിക്ക് മനസ്സിലായി? ഈ സാധനം എന്താന്നുള്ളത് ഒന്ന് പറഞ്ഞു. ഇതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാല് നമ്മളൊക്കെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴേ ഇതിങ്ങനെ വെക്കാ, ഫോണിന്റെ അടി കുത്തുക. കുത്തിയത് വേറെ സ്ഥലത്താണല്ലോ. കുത്തിയത് ഇപ്പൊ ഇവിടെയാണ്. കുത്തിയ സ്ഥലം നോക്കൂ ഗൈസ്. കുത്തി ബാക്കിലൊക്കെ കൊണ്ടുപോയി കുത്തിയിട്. ഫോൺ കുത്താൻ തരില്ല. ഇതെന്താണോ ഈ സാധനം? ഇത് തിരിച്ചിട്ടണ്, തിരിച്ചിട്. മൈക്കാണ്. ഇതിലെങ്ങനെ പറഞ്ഞത് അതിന് വ്യക്തമായി കേൾക്കാം, നോയ്സ് ഒന്നും ഉണ്ടാവില്ല. എനിക്കിപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ മൈക്കുണ്ട്. അടുത്ത പരിപാടി ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് സിനാനെ നമുക്ക് വണ്ടി ഓടി പഠിപ്പിക്കണം. നമ്മളെ മുറ്റത്തൊരു വണ്ടി ഇല്ലേ, കഴിഞ്ഞ മുന്നത്തെ വ്ളോഗിലൊക്കെ പറയണേ. അത് ചക്കരെ കൊണ്ട് എന്ത് ചെയ്യണം, വണ്ടി ഇപ്പൊ ഒരു വട്ടം എടുത്തുകാണ്ട് അത് എന്ത് ചെയ്ത് അവിടെ കൊണ്ടുപോയി തട്ടിച്ചാഞ്ഞി. അപ്പൊ നമ്മളെന്ത് ചെയ്ത് ഓൾക്കിഞ്ഞ് ഓടിക്കാൻ കൊടുക്കില്ല. അപ്പൊ ഇനി സിനാനെ എന്ത് ചെയ്യും? സിനാനെ കൊണ്ട് ഞാൻ വണ്ടി ഓട്ടി പഠിപ്പിക്കും. സിനാൻ മുട്ടിക്കൂല, സിനാന് ഞാൻ കൊട്ടെടുക്കും. ഓരോ വളവിനും ഓരോ കുട്ട്. അപ്പോൾ സിനാനെ കൊണ്ട് വണ്ടി പഠിപ്പിച്ചാട്ട് എന്ത് ചെയ്യും, പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യണോ, എല്ലാവരെ കൊണ്ടും ഡ്രൈവിംഗ് എടുക്കണം. അത് മസ്റ്റാണ്. എപ്പോഴും ആവശ്യം വരാതെ പറയാൻ പറ്റില്ലേ? ഇവിടെ ചായ പരിപാടി തുടങ്ങി. ക്യാമറ ആകുമ്പോൾ ഓൾ എടുത്തോളൂ. ജിക്കി ഒരു കസാലം കൂടി വേണ്ട. ഞങ്ങളൊരു പ്ലേറ്റ് ചെയ്തോളാം.
അപ്പൊ ഇത് എന്ത് മീനാന്നുള്ളൊരു ചർച്ചയാണ് ഇവിടെ. ഇത് കോരയാണെന്ന് ഉമ്മയും കോരയല്ലാന്ന് മുബീനയും. അപ്പൊ ഇത് എന്ത് മീനാണെന്നാ കോര അല്ല മുബി പറയുന്നത്? കോരയല്ല, അത് വേറെ ഏത് മീനാ? മീനാണ്. അതെ മീനാണ്. എന്ത് മീനാന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ സാധനം ഇതാണ്. ഇതിനൊരു പേരിടണം ഗൈസ്. എൻ്റെ അമ്മ കണ്ടുപിടിച്ച സാധനം പപ്പടപത്തിരിയോ? ഇന്നത്തെ പരിപാടി എന്ന് പറയണ്ട, കൊറേ നഷ്ടം പറഞ്ഞത്. ഒരു പ്ലേറ്റ് നിന്നില്ല ഇപ്പൊ അങ്ങോട്ട് പോരെ ഉമ്മയാണ് ഞമ്മക്ക് എന്ത് ചെയ്യുന്നത്? മുപ്പീൻ്റെ കഴിയിട്ട് വരുത്തുന്നു. ചട്നി. അപ്പൊ ഗൈസ് ചെറിയ മധുരം എന്ത് മധുരം കുറവാണ്. കാരണം മധുരം വേണ്ട, അപ്പൊ കുറച്ച് മധുരം തിന്നോക്കട്ടെ. തിന്നിട്ട് പറഞ്ഞല്ല പേടി മുക്കി തിന്നൂല, അവർക്ക് ഇഷ്ടാവില്ല. ഇരിക്കണതാ ജീവിതത്തിൽ ഇതുപോലെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഉമ്മനെ കാണിക്കാൻ പറ്റില്ലേ? ഉമ്മനെ നമ്മൾ വല്യമ്മനെ ചായ കുടിക്കാൻ വിളിക്കണം എന്നാണ് ഉമ്മയുടെ നിഗമനം. വിളിക്കാൻ വരുന്നു, പക്ഷെ വല്യമ്മ അവിടെ പണിയിലായിരിക്കും. ചിലപ്പം കേൾക്കും. നന്നാച്ചേ ചിന ചെയ്ത മാതിരി കീശമ്മൊരു കുത്തണ്ടി വരും. അതാണല്ലേ ചായ. ചെറിയ കുട്ടിക്ക് ചെറിയ ക്ലാസ്, അതാണോ? വലിയ കുട്ടിക്ക് വലിയ ക്ലാസ്. അപ്പൊ ഇപ്പൊ നോക്കി നിക്ക, ഇപ്പൊ ചായ തിന്നാനില്ല. അപ്പൊ ഇപ്പൊ സിനാന, അപ്പൊ നമ്മളെ ഈ പത്തിരിന്റെ അഭിപ്രായം പറയും. അതിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇതിപ്പോ ഞാനും ഉമ്മ, അതെ ഉമ്മ കണ്ടുപിടിച്ച റെസിപ്പി. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് തിന്നത് പുറത്തിറങ്ങിയില്ലേ സാധനം പറഞ്ഞോളൂ. ഇപ്പൊ പുതിയ ഇന്നത്തെ ലോഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പത്തിരിന്റെ റെസിപ്പി ഒന്നുകൂടി പറഞ്ഞു. അപ്പൊ എല്ലാരും കേട്ടോളി, വീട്ടുണ്ടാക്കിക്കോളി. ആ അടുത്ത ഇത് വരും. ഇന്നത്തെ ഈ സാധനത്തിന്റെ റെസിപ്പി വരട്ടുള്ളൂ. ഇതിന്റെ ഉണ്ടാക്കുന്ന രീതി എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അമ്മ പറയും ഇതിപ്പോ പറഞ്ഞാണ് നമുക്ക് എടുക്കാം. ഇതിപ്പോ അരിയും ചോറും കോഴിമുട്ട് കൂട്ടി അടിച്ചതാണ്. ഇത് നിങ്ങൾക്കൊരു പേരെന്താ? മലപ്പുറപ്പം. എന്തെങ്കിലും പേരൊന്നുമില്ല. താജപ്പം ഞാൻ അങ്ങനെ പലതും ഉണ്ടാക്കും. കോഴിമുട്ടും. പക്ഷെ ഇത് ചായ എന്ത് എന്ത് ചിക്കൻ പാടത്തിന്റെ കറിയിൽ അറിയാതെ മധുരം. ആടു ഞാനൊരു 200 റുപ്യേൻ്റെ പാർട്സ് വാങ്ങിക്കൊണ്ടത് ചോദിച്ചു. ഞാൻ പൂതിയോടെ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇമ്മച്ചിയോട് കറി ഉണ്ടാക്കാൻ പറഞ്ഞു. ഇമ്മച്ചി അത് മൊത്തം ക്ലീനാക്കിയാണ്ട് എന്ത് ചെയ്ത് കുക്കറിലിട്ട് മറ്റേ ഉള്ളിന്നൊക്കെ വാട്ടിക്കാണ്ട് മസാല ഒക്കെ ഇട്ടിട്ട് പാർട്സ് ഇട്ട് ഇങ്ങോട്ട് കല്ലുപ്പാന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര ഇട്ട് മധുരം, ഭയങ്കര മധുരം പാർട്സ് കറിക്ക്. ആ മൊത്തത്തിൽ ഒഴിവാക്കേണ്ടിന്ന്. ഇവിടെ
നമ്പർ 10 രൂപയുടെ അതാ നോക്കണേ വെച്ച് ബ്ലാഡ് പെൻ വാങ്ങിയൊരു പാർസൽ എനിക്ക് മതി മസ്തായി പൂതിയായി വാങ്ങോളി. മധുരം വളരെ കുറവാണല്ല. എങ്ങനെ എനിക്ക് തോന്നില്ല ജയിക്കുന്നു. പഠിച്ചൊന്നും മണ്ടായി കയറുന്നില്ല. ചായ എടുത്തില്ല വേണ്ടിട്ട് നടത്തോളാം. എവിടെ ഇതാ ഇതാ കഴിച്ച് നമ്മളെ മേസിരിക്കുട്ടിന്റെ ചാവി. നമ്മളെ വണ്ടി ഫ്ലാഷ് ഓൺ ആക്കി കളഞ്ഞി. പട്ടച്ചാനെ കോഴിക്കളെ കൊണ്ട് കോഴിക്കളിന്റെ ചെരുപ്പൊക്കെ ഫുള്ള് നനച്ച് അല്ല ചളിയാക്കി. ഞാൻ കഷ്ടപ്പെട്ട് കേൾക്കണതാ ഈ കോഴിക്കളെ കൊണ്ട്. എന്ന് ചെരുപ്പ് തേച്ചേക്കും. അതെ ഇന്റെ ചെരുപ്പൊക്കെ ഞാൻ കൊല്ലത്തിൽ ഒരു ദിവസം തേച്ചേക്കാം. ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി കാണൂല. നമ്മളെ സിനാനെ ഈ പെട്ടി വണ്ടി അല്ല നമ്മളെ എന്റെ വണ്ടി ഓട്ടി പഠിപ്പിക്കാൻ പോവാണ്. പുറത്തേക്കൊന്നും പോകില്ല, ഇവിടെ എടുത്ത് തന്നെ. എന്താണോ സെൻട്രൽ ലോക്കോ വെളിച്ചുണ്ടല്ലേ? വെളിച്ചം ഇവിടെ ഉണ്ടാവുള്ളൂ. സിനാനെ കൊണ്ട് ഈ വണ്ടി പഠിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. അവിടെ ലോക്കാണോ ഗൈസ്? ഇടി വെട്ടുന്നുണ്ട്. ഇന്നലെ അവിടെ അവിടെ മഴ ഉണ്ടായിനോ ഗൈസ്? ഇന്നലെ അവിടെ അവിടെ മഴ ഉണ്ടായിനോ ചോദിച്ചു. മഴ കമന്റ് ചെയ്യാൻ പറയും. നമ്മുടെ പെരുമഴ. ഇപ്പൊ ഇടി വെട്ടുന്നുണ്ട് ഇവിടെ. ഇത് ലൈറ്റ് ഉണ്ടല്ലോ. എന്താണ് ഞാനിത് എന്നും വർക്ക് കുത്തു. ഇത് എവിടെ വർക്ക് ചെയ്യണ്? അപ്പൊ സുഹൃത്തുക്കളെ വണ്ടി വിട്ട് പഠിപ്പിക്കാൻ പോവാണ്. ഇവിടെ ഇറങ്ങി നിൽക്കും മൈക്ക്. കൈ കൊണ്ട് മറ്റേ നമ്മുടെ ഇത് ചെയ്യില്ല നമ്മളിങ്ങനെ ഇതറ അങ്ങനെ ഇങ്ങനെ. എടാ നമ്മള് വീഡിയോ കാണില്ലേ ജി മറ്റേ ഇതിങ്ങനെ ഇങ്ങനെ ആക്കൂ. എന്തായാലും പറയാ. അപ്പൊ എങ്ങനെ വെച്ചാല് ആദ്യം ചാവി ഇടും. ചാവി എടുത്തതാ ഇവിടെ കേറില്ലല്ലോ. ചായ ഇട്. ചായ ഇട്ട് കഴിഞ്ഞാല് ഇവിടെ ഓണാവും. തിരിക്കണം. തിരിക്കും. അവിടെ ഓണായി. ന്യൂട്രാക്കിയതിനു ശേഷം വെറുതെ പെട്ടുപൊട്ടി സ്റ്റാർട്ട് ആവുമെന്ന് അറിയില്ല. നമുക്കൊന്ന് അടിച്ചു നോക്കാം. എങ്ങനെ ക്ലച്ച് പൊട്ടു ഫസ്റ്റ്. ക്ലച്ച് പൊട്ടി എന്നിട്ട് ചായ തിരിച്ചു പിടിക്കേ. സ്റ്റാർട്ട് ആകട്ടെ. സ്റ്റാർട്ട് ആകാം. ഓണോ ഓക്കെ ഓക്കെ. ഇനി ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും. ഓക്കെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്തു. കുറച്ച് മുന്നേ അത് ഗീറിടാതെ വണ്ടി പോകൂല. ഫസ്റ്റ് ഇട്. ഫസ്റ്റ് വീണ നോക്ക് ഫസ്റ്റ്. ഇനി വല്ല ക്ലച്ച് വിടും. വെല്ല പോ. മതി ഇനി റിവേഴ്സ് ഇട്ട്. റിവേഴ്സ് വെല്ല പോട്ടെ. പോട്ടങ്ങട്ട്. ചെക്കനെ ഏതാ ഓടിക്കല്? സർപ്രൈസ് ആയി പോയി ഞാന്. അവിടെ ഒന്നുമില്ലല്ലോ ബാഗില്. ഇവിടെ തോന്നുന്നു എന്ത് തട്ടുമ്പോ അറിയാനുണ്ടോ ഇല്ലന്നൊക്കെ. കുറച്ച് മുന്നോട്ട് കാണാം. കുറച്ച് മുന്നോട്ട്. പറ്റി അറിയില്ല. ഇടണോക്കെ പൊളിക്കോ. മഞ്ചേരി കോഴിക്കോട് റോട്ടില് ഡ്രൈവറാവാ LS-ല്. ഈ കണ്ണാടി കൂടെ ഒക്കെ നോക്കണേ. ഇത് കൂടെ നോക്കിട്ടോ വണ്ടി എടുക്കണേ. പെരേന്ന് വിളിക്കണ്ട്. ചെക്കനെ മദർ വിളിക്കുന്നു.
ഹലോ പോകാൻ നമ്മൾ അതറിയില്ല. വണ്ടി ഓടിക്കാൻ നമ്മൾ പോവാണ്. ആ ആ ഗൈസ് ഉമ്മ വിളിച്ചത് എന്താ പറഞ്ഞാല് ഒരു പാക്ക് ബിസ്ക്കറ്റും അനിയനക്കും മുട്ടായും. അനിയൻ ഭയങ്കര കച്ചില, ഭയങ്കര കുത്തക്കട. ബാക്കോട്ട് പോട്ടെ. എണ്ണ ഈ വണ്ടി പ്രത്യേകിച്ച് നല്ല മൈലേജും ഉണ്ട്. വെറുതെ എണ്ണ അടിക്കുക. ഞങ്ങൾ ഇങ്ങനെ വെറുതെ കറങ്ങും. തിരിച്ചിടണോ? തിരിച്ചിട്ടുണ്ട് കണ്ടതിനൊക്കെ ആ അത് തിരിച്ചിടും. നമ്മൾ തിരിച്ചിട്ട് പോണു. തിരിച്ചിടും. തിരിയിലെങ്ങനെ നോക്കട്ടെ. അവിടെ ഗൈസ് മതിലുണ്ട്. ആറ് മതിലുണ്ട്. ആ മതിലുണ്ട്, മതിലുണ്ട്. ബാക്കിൽ നമ്മളെ പോട്ടെ പോട്ടെ. ആ ആ ബാക്കെന്താടെ കല്ലൊന്നുമില്ലല്ലോ. ഇല്ലേ എന്ത് കല്ല് എടുത്തൂടെ അങ്ങോട്ട്. ആ മതി, കല്ലുണ്ട്. പ്രോ ഡ്രൈവറാണ് ഗൈസ്. ഫാസ്റ്റാനിങ്ങാ. ഇത് ബസ്സല്ല കയ്യേ പൊളിച്ചെടുക്കിട്ട്. ബാക്കിൽ നമ്മളൊരു വണ്ടി ഉണ്ട്, കാണുന്നുണ്ടോ? ഞാൻ കാണില്ല. ഇത് എടുത്തൂട്, തട്ടേ പറയാ. കേട്ടോ? ഏയ് ഇല്ല ഉറപ്പല്ലേ? ഇല്ലടാ, എടുത്തോ 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 എടുത്തോ. ഓ ഓ ഏതാ പുലിയാട്, ഇവ പുലിയാട് കേട്ടാ. ആ മതി, ബാക്ക് മേലെ ഇട്ട്. ഏതാ മോനെ ഈ ചെറിയ ഗ്യാപ്പ് കൂടി ആവുമ്പോ തിരിച്ച് കളിക്കുന്നു. ചക്കനെ ഓട്ടി പഠിപ്പിക്കാൻ വന്ന് ഞാനിപ്പോ ആരായി? അങ്ങനെ തന്നെ ചൊണ്ടാ നോക്കി. ഇവിടെ നമ്മളെ താജ്മഹലിന്റെ കല്ലുണ്ട്. താജ് താത്തന്റെ കോഴിക്കോട് കോഴിക്കോടൊക്കെ പേടിച്ച് അവനൊന്ന് കൊണ്ട് ചാമ്പലട്ടോ. അവിടെ കാണാം. ഇവിടെ നിന്നുള്ളത് കല്ലുണ്ടോ അവിടെ? ഇവിടെ നിന്നില്ലല്ലോ. നോക്കട്ടെ, ഞാൻ ഇറങ്ങി നോക്കട്ടെ. നൈസായിട്ട് പണി കളി. സുഹൃത്തുക്കളെ, വണ്ടി തട്ടിച്ചോ. ഇങ്ങനെ ഉണ്ടോ ഓരോ ജാതി ആൾക്കാർ? സുഹൃത്തുക്കളെ, വണ്ടി തട്ടിച്ചോ. ഇത് പിടിച്ച തുടി കഴിഞ്ഞു. ഇത് പിടിച്ച എന്താ പിടിങ്ങ തട്ടിയതാ? വണ്ടി നൈസായിട്ട് പണി കളി. എവിടെ തട്ടിന്നാ പറയുന്നേ? എന്താ ചെയ്യാ? ഓൻ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിന് ആ മേലെ തട്ടൂന്നുള്ളത്. നോക്കിയാ ആ മേലെ ഉണ്ട്. ചോദിക്കാ ഒരു കാര്യം ചെയ്യേ. ആ മുന്നേ കൊടുത്തോ. അവിടെ പിടിഞ്ഞാടാ. ആ മുന്നേ കൊടുത്തോ. നേരെ എടുത്തിട്ട് ഇങ്ങോട്ട് പോര്. ഈ വിറക് ഇതുമ്മ വെച്ച് കഴിഞ്ഞാല് വണ്ടി മുന്നുമുക്ക് പോവോ? എടാ ഒന്ന് ബാക്ക്. ആ ഇതിന്റെ മേലെ കൂടെ വണ്ടി കയറ്റാണ്. ആ പോട്ടെ പോട്ടെ. ആ നേരെ ബാക്ക് വെച്ചോ. ഒന്നുമില്ലമ്മ. ആ പോട്ടെ. ആ കുറച്ചു മേലെ ഏതുണ്ടാ? കുറച്ച് ബാക്ക് എടുത്തോ. അത് കാണണ്ട സൈഡ്. ബെല്ല് എടുത്താൽ മതി. ആ പോട്ടെ. ആ പോട്ടെ. ആ പോട്ടെ. ആ പോട്ടെ. പോട്ടെ. ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ആ ബാക്കി അതിലുണ്ട്. അപ്പോൾ കുറച്ചാണ് ചാറിന്. കുറച്ച് അങ്ങോട്ട് എടുക്കും. അങ്ങോട്ട് എടുത്തിട്ട് ആ ആ അതേമാതിരി ബാക്കി എടുക്കും. ആ പോട്ടെ 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 പോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, സിനാൻ 1 മിനിറ്റ് കൊണ്ട് വണ്ടി വെട്ടി പിടിച്ചു. അതിലുണ്ട്, ബാക്കിൽ അതിലുണ്ട്. ഇത്ര ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇറങ്ങി സൈഡറാണ്. ഇതൊരു കാര്യം ചെയ്യും. ഇങ്ങനെ എടുക്കും. ആ അതിൽ കേട്ടാ. അതേമാതിരി നേരെ ബാക്ക് പോവാ. ആ പോട്ടെ പോട്ടെ. ഏതാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട്
ഒരു പാട്ട് കൂടി ഇട്ടേക്ക്. ആ അവിടുന്ന് അങ്ങോട്ട് പോകല്ലേ. ആ പോട്ടെ പോട്ടെ. പോയാ ആ പോട്ടെ പോട്ടെ വിട്ടു പോയിക്കോ. ആ മതി പോട്ടെ. ആ മതി. അതെയോ ഓ ഇവിടെ അതെയോ ആ മതി ആ മതി. അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ സിനാന് വണ്ടി ഓട്ടി പിടിച്ചിട്ടുണ്ട്. സിനാനെ അപ്പോൾ എൻ്റെ വണ്ടി ഓഫാക്കും. അതൊക്കെ പൈസ ആക്കാം. ഓ ഒരു വണ്ടി ഓട്ടം കൊടുക്കുമ്പോൾ മുതലാക്കാനുള്ള കള്ള. ആ അപ്പോൾ ഇന്നത്തെ ഡ്രൈവിങ്ങിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? പഠിച്ചു കഴിഞ്ഞു ആര് പിടിച്ചു പോയി? അപ്പോൾ സുഹൃത്തുക്കളെ ചക്കനെ വണ്ടി ഓട്ടി പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇറങ്ങൂ വണ്ടി നിന്ന് ഇറങ്ങൂ. മിന്നുസാ മിന്നുസാ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ച പാടെ ഓടി വരുന്ന അനുസരണമുള്ള ഒരു കുട്ടിയാണ് ഫാത്തിമ മിൻഹ. മിൻഹയുടെ പേരെന്താ? ആയിഷ മിൻഹ. സോറി, ആയിഷ മിൻഹയുടെ ശരിക്കുള്ള പേരെന്താ? കുഞ്ഞി. അതെന്താ അയ്യേ എന്താ നഞ്ഞ എടുക്കുന്നത്? നനച്ചതാ. അപ്പോൾ ആയിഷ മിൻഹ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പടിയാണ്. എന്താ കൈമിൽ എന്താണ് കാന്തുന്നത്? ഒന്ന് ഞാൻ എടുത്തു, ഒന്ന് ചെടുത്തു. ഷായലിനെ വിളിച്ചോണ്ടിരാൻ മുമ്പിത്താത്ത. അതല്ല അത് എനിക്ക് തന്നല്ലേ ജി. ഇതെന്റെതാടോ. ഇത് എൻ്റെതാടോ. അപ്പോൾ മിന്നുസേ അങ്ങോട്ടാണോ? മിന്നുസ് തന്നെ വെച്ചാൽ മിന്നുസ് വരാണേ ഇന്നെ ഫോട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്കൊരു മുട്ടായി വേണം. ആ എനിക്കൊരു മുട്ടായി എന്നാലേ ഇന്നെ വീഡിയോയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. എന്താ പോള ഡിമാൻഡ് അല്ലേ? മുട്ടാണെങ്കിൽ ആ എൻ്റെ പല്ല കൂടി നീല കളറ് എന്തേ. അപ്പോൾ സുഹൃത്തുക്കളെ അതിന് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എന്നാ അപ്പം സിനാൻ്റെ മികമേറിയ ഡ്രൈവ് കണ്ടിട്ട് മേലെ കൊണ്ട് തട്ടിച്ച് ഇങ്ങോട്ട് ഓൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. മേലെ ഒരു ഷീറ്റും കുടുങ്ങി, താഴെ ഒരു മടലും കുടുങ്ങി. അപ്പൊ മികവേറ്റ സിനാന്റെ ഡ്രൈവിങ് എന്ത് ക്ലാസ്സോ പാസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തേങ്ങാണ്. അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയ ബ്ലോഗ് 10-22 മിനിറ്റിൻ്റെ ഈ ചെറിയ ബ്ലോഗ് 35 മിനിറ്റുണ്ടോ? 25 മിനിറ്റിൻ്റെ ചെറിയ ബ്ലോഗ് ഏവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.